ഹലോ എവ്രി വൺ, വെൽക്കം ടു CS ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ എൻഡഡ് ക്യൂ. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂ ആണ്. നമ്മൾ ഇതുവരെ നോക്കിയത് സിമ്പിൾ ക്യൂ, അത് കഴിഞ്ഞിട്ട് സർക്കുലർ ക്യൂ. ഇപ്പം നമ്മൾ ഡബിൾ എൻഡഡ് ക്യൂ അല്ലെങ്കിൽ DQ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡബിൾ എൻഡഡ് ക്യൂ അല്ലെങ്കിൽ DQ ഡെഫിനേഷൻ ആദ്യം നമുക്ക് നോക്കാം. ഡബിൾ എൻഡഡ് ക്യൂ ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. ആദ്യം എന്താണ്? അത് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഇൻ വിച്ച് നോക്കിക്കേ, ഇൻസേർഷൻ and deletion operations can be performed at both the front and rear ends of the queue. നമ്മൾ യൂഷ്വലി എന്താണ്, ഫ്രണ്ടിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, റിയറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ എന്താ പറയുന്നത്? രണ്ട് സ്ഥലത്തും രണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലെ കണ്ട യു ക്യാൻ സി, ഇവിടെ നമുക്ക് പണ്ട് നമ്മൾ ഇവിടെ ഡിലീറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡും ചെയ്യാൻ പറ്റും. പണ്ട് ഇവിടെ നമ്മൾ ആഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ നമുക്ക് ഇനി ഡിലീറ്റും ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അതാണ് ഡബിൾ എൻഡഡ് ക്യൂ. ഇതിൽ എന്തൊക്കെ കീ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇൻസേർട്ട് ഫ്രണ്ട്. ഇതൊരു പുതിയ ഓപ്പറേഷൻ അല്ലേ. ഇത് നമ്മൾ നേരത്തെ നമ്മൾ എന്താണ്, ഫ്രണ്ടിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇൻസേർട്ട് ഫ്രണ്ട് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന എലിമെന്റ് നമ്മൾ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യും. രണ്ടാമത്തത് ഇൻസേർട്ട് റിയർ. അത് നമ്മൾ നേരത്തെ ഉള്ളത് തന്നെയാണ്, റിയർ എന്നാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. സോ ഇൻസേർട്ട് റിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസേർട്ട് എലിമെന്റ് എക്സ് അറ്റ് ദി റിയർ. അതുപോലെ ഡിലീറ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് നേരത്തെ ഓപ്പറേഷൻ ആണ്, ഡിലീറ്റ്സ് എലിമെന്റ് ഫ്രം ദി ഫ്രണ്ട്. ഓക്കെ, അതുപോലെ എന്തുണ്ടാവും? ഡിലീറ്റ്. ഇത് പുതിയ ഓപ്പറേഷൻ. ഇതും പുതിയ ഓപ്പറേഷൻസ് ആണ്. ഡിലീറ്റ് റിയർ എന്ന് പറയുമ്പോൾ റിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഗെറ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ എലിമെന്റ് എന്താണോ, ഫ്രണ്ടിൽ എന്ത് എലിമെന്റ് ആണോ അതിനെ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഗെറ്റ് റിയർ എന്ന് പറയുമ്പോഴത്തേക്കും റിയറിലെ എലിമെന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഈസ് എം ടി എന്ന് പറയുമ്പോൾ DQ എം ടി ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുവാണ്. എം ടി ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, എം ടി അല്ല എങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അതുപോലെ ഈസ് ഫുൾ, DQ ഫുൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഫുൾ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, ഫുൾ അല്ല എങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഇംപ്ലിമെന്റേഷനിൽ സി ഇംപ്ലിമെന്റേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 ഓപ്പറേഷൻ ആണ്. ഇത് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യത്തില്ല, അത് ലെസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഓൾറൈറ്റ്, സോ ഈ 4 ഓപ്പറേഷന്റെ സി ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി സി ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, സി ഇംപ്ലിമെന്റേഷൻ എങ്ങനെ ചെയ്യും? നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് എന്തുണ്ട്? DQ എന്ന് പറയുന്ന ഒരു അറേ എടുത്തു, അതിന്റെ സൈസ് 5 ആണ്. ഫ്രണ്ടും റിയർ എന്ന് പറഞ്ഞ 2 വേരിയബിൾ എടുത്ത് അതെന്താണ് -1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. സൈസ് 5 ആണ്. ഓക്കെ, സോ DQ ദെൻ ഫ്രണ്ട് റിയർ സൈസ് ഇത്ര നമ്മൾ കൊടുത്തു, എപ്പോഴും ചെയ്യുന്ന പോലെ. ഇനി നമ്മൾ എന്താണ്? ഫസ്റ്റ് ഓപ്പറേഷൻ വിച്ച് ഇസ് കോൾഡ് ആസ് ദി ഇൻസേർട്ട് ഫ്രണ്ട്. ഓക്കെ, ഇൻസേർട്ട് ഫ്രണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇതുവരെ എന്താണ്, ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഡബിൾ എൻഡഡ് ക്യൂവിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റും ചെയ്യാൻ പറ്റും, ഇൻസേർട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ റിയറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ടും ചെയ്യാൻ പറ്റും, റിയറും ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസേർട്ട് ഫ്രണ്ട്. ഓക്കെ, സോ ഇൻസേർട്ട് ഫ്രണ്ടിൽ നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. സോ ഇൻസേർട്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? കോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയുകയാണ് 10 എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ കം ഓവർ ഹിയർ ടു ദ ഡെഫിനേഷൻ. അപ്പൊ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് 10 പോകും, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ കോൾ. ഓക്കെ, സോ എന്ത് ചെക്ക് ചെയ്യും? ആദ്യം ചെക്ക് ചെയ്യും DQ ഫുൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. ഫുൾ ആണെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് കാര്യമില്ല, കാരണം അത് ഓവർഫ്ലോ കണ്ടീഷൻ ആണ്, അപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ്? ഇഫ് ആദ്യം അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട് 0 ആണ്, സപ്പോസ് ഫ്രണ്ട് 0-ൽ ഇരിക്കുവാണ്, ആൻഡ് റിയർ എവിടെ ഇരിക്കുവാണ്? സൈസ് -1. സൈസ് എന്താണ്? 5 -1 എന്ന് പറയുമ്പോൾ 4 എൻഡിൽ ഇരിക്കുവാണ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ്? അത് ഫുൾ ആയിരിക്കും. അതല്ല എങ്കിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടെ, ഓർ യു ക്യാൻ സി ഓർ, ഈ കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് ഫുൾ ആയിരിക്കും. ആ കണ്ടീഷൻ എന്താണ്? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ +1. റൈറ്റ്, റിയർ ഇവിടെ ഇരിക്കുവാണ് സപ്പോസ്, ആൻഡ് ഫ്രണ്ട് ഒന്ന് കൂടുതലാണ്. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ +1 ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ കണ്ടീഷനിലും എന്തായിരിക്കും? ഫുൾ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇത് ഫുൾ അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? താഴത്തോട്ട് പോകും. റൈറ്റ്, സോ ദിസ് കണ്ടീഷൻ ഈസ് ഫാൾസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥം നമുക്ക് ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് us ഗോ ടു അടുത്ത. ഇത് കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു നമ്മൾ. ഇനി ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ? യെസ് ആണ്. ഫ്രണ്ട് എന്താണ്? -1. അതിന്റെ അർത്ഥം എന്താണ്? എം ടി ആണ്, ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട് -1 ആണെങ്കിൽ ഫ്രണ്ടും റിയറിനെയും ആദ്യം 0 ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു?
ഫ്രണ്ടും റിയറിനെയും 0 ഇട്ട് കൊടുത്തു. യു ക്യാൻ സി ഫ്രണ്ടും റിയറിനെയും 0 ഇട്ട് കൊടുത്തു. ഓൾറൈറ്റ്, അപ്പോൾ ഇഫ് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമ്മൾ എൽസ് ഇഫിലോട്ട് വരില്ല, എൽസിലോട്ടും വരില്ല, നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡി ക്യൂ എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് കേട്ടോ. സോ ഡി ക്യൂ ഓഫ് ഫ്രണ്ട് എന്താണ് 0. സോ ഡി ക്യൂ ഓഫ് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം, നമ്മുടെ വാല്യൂ എന്തായിരുന്നു, നമ്മുടെ വാല്യൂ ഈ 10, ഇവിടെ വന്ന ഈ 10, റൈറ്റ്. സോ 10 എന്ന് പറയുന്ന വാല്യൂ ഡി ക്യൂ ഓഫ് ഫ്രണ്ടിലോട്ട് ഈ പൊസിഷനിലോട്ട് ഇട്ട് കൊടുക്കുന്ന അർത്ഥം. സോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, സോ ഫ്രണ്ട് ആൻഡ് റിയർ യു ക്യാൻ സി 0 0 ആണെങ്കിൽ ഫ്രണ്ട് റിയർ എവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാല്യൂ എവിടെ വരും, 10 ഇവിടെ വരും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി ദിസ്. സോ ഇതാണ് ഇൻസേർട്ട് ഫ്രണ്ട്. ഇനി ഒരു വാല്യൂ കൂടെ നമുക്ക് ഇൻസേർട്ട് നോക്കാം, റൈറ്റ്. ഇനി സപ്പോസ് 20 ആണ്, യു ക്യാൻ സി 20 ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലൂടെ തന്നെ, റൈറ്റ്. റിയറിലല്ല, ഫ്രണ്ടിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനുള്ള ഫംഗ്ഷൻ ആണ് ഇൻസേർട്ട് ഫ്രണ്ട്. ഓക്കെ, സോ 20 കോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരും, ചെക്ക് ചെയ്യും. ഓബ്വിയസ്ലി കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും, കാരണം ഇത് ഫുൾ അല്ല. പിന്നെ നമ്മൾ ഇവിടെ വരും. ഇപ്പൊ ഫ്രണ്ടിന്റെ പൊസിഷൻ -1 ആണോ, അല്ല. അപ്പൊ ഈ കണ്ടീഷനിൽ പോവാതെ എൽസ് ഇഫിലോട്ട് വരും. ഫ്രണ്ട് 0 ആണോ, തീർച്ചയായിട്ടും ആണ്. ഫ്രണ്ട് 0 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു സൈസ് -1. യു ക്യാൻ സി ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരില്ല. റിയറിൽ നമ്മൾ എങ്ങനെയാ ചെയ്തുകൊണ്ടെന്ന് ആഡ് ചെയ്ത് മുന്നോട്ട് പോകും. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് പുറകോട്ട് പോകും. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഫ്രണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് മൈനസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൾറൈറ്റ്, സോ ഇവിടെ സി ഫ്രണ്ടിൽ നിന്ന് -1 അല്ലേ പോകുള്ളൂ, പക്ഷെ അതല്ല, തിരിഞ്ഞു പോകും നമ്മളെ. ഓക്കെ, തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. സോ ഫ്രണ്ട് 0 ആയിരിക്കുവാണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. എവിടെ വരും, ബാക്കിലോട്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു സൈസ് -1. ഓൾറൈറ്റ്, സോ സൈസ് -1 എന്ന് പറയുമ്പോൾ എന്താണ്, 4 ആണ്. സോ ഫ്രണ്ട് എവിടെ വരും, 4ലോട്ട്. യു ക്യാൻ സി ഫ്രണ്ട് ഹാസ് ബീൻ അപ്ഡേറ്റഡ് വിത്ത് 4. ഇത് എപ്പോഴാണ് ഈ കണ്ടീഷൻ വാലിഡ് ആവുന്നത്, വെൻ ദ ഫ്രണ്ട് ഈസ് 0 ആൻഡ് നമുക്ക് ഇനി വീണ്ടും ആഡ് ചെയ്യണം. ഓക്കെ, സോ എന്താവും, യു ക്യാൻ സി ഫ്രണ്ട് കംസ് ഓവർ ഹിയർ. ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഇത് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എൽസിലോട്ട് പോകത്തില്ല. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് വരും, ചെയ്തതിന് നേരെ ഡയറക്റ്റ് ക്യൂലോട്ട് വരും. സോ ഡി ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, 4. ഡി ക്യൂ ഓഫ് 4 ലോട്ട് നമ്മുടെ വാല്യൂ 20 ആയിരുന്നു നമ്മുടെ വാല്യൂ, റൈറ്റ്. ആ 20 എന്താവും, ഇങ്ങോട്ടേക്ക് പോകും. സോ 20 കംസ് ഓവർ ഹിയർ. യു ക്യാൻ സി 20 ഇവിടെ നമ്മുടെ ഫില്ല് ചെയ്തു. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സോ നമ്മൾ ഇൻസേർട്ട് ഫ്രണ്ട് നമുക്ക് മനസ്സിലായി. ഓൾറൈറ്റ്, ഇനി സപ്പോസ് നമുക്ക് വീണ്ടും ഒരു വാല്യൂ നമുക്ക് ഇടണം. ഓൾറൈറ്റ്, സപ്പോസ് 30 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കും, 30 എന്ന് പറഞ്ഞ വാല്യൂ ഇങ്ങോട്ടേക്ക് വരും. ചെക്ക് ചെയ്തു, എന്താ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഇവിടെ വരും, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ, അല്ല, ആ കണ്ടീഷൻ അല്ല. ഇപ്പോ എൽസ് ഇഫ് ഫ്രണ്ട് 0 ആണോ, അതുമല്ല, റൈറ്റ്. ഇനി എന്താണ് എൽസ്, ആ രണ്ട് കണ്ടീഷനും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിനെ ഒന്ന് കുറയ്ക്കണം. ദാറ്റ് മീൻസ് അടുത്ത വാല്യൂ നമ്മുടെ എവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, 3ലായിരിക്കും ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിനെ ഒന്ന് കുറച്ചു, റൈറ്റ്. സോ ഫ്രണ്ട് ബിക്കംസ് വാട്ട്, 3, റൈറ്റ്. ഇനി നമ്മുടെ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, യു ക്യാൻ സി ഫ്രണ്ട് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി, ഓക്കെ, സോ ഫ്രണ്ട് ഇവിടെ വന്നു. ഓൾറൈറ്റ്, ആൻഡ് യു ക്യാൻ സി ഡി ക്യൂ ഓഫ് ഫ്രണ്ട്. ഡി ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഡി ക്യൂ ഓഫ് 3, അതിൽ നമ്മുടെ വാല്യൂ എന്താണ്, 30 ആണ്. ഈ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, ഇവിടെ പോകും. സോ യു ക്യാൻ സി ഓൾറെഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട് ഓഫ് 3 എങ്ങോട്ട് വന്ന് 30ലോട്ട് വന്ന്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. സോ ഫ്രണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കും, റൈറ്റ്. സോ 4ൽ നിന്നും 3ലോട്ട് പോകും, റൈറ്റ്. ഇനി 3ന്ന് ഫ്രണ്ടിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ 2ലോട്ട് പോകും, റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഇൻസേർട്ട് ഫ്രണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നമ്മൾ സപ്പോസ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഓപ്പറേഷൻ ആണ്, വിച്ച് ഈസ് കോൾഡ് ആസ് ദി ഇൻസേർട്ട് റിയർ, റൈറ്റ്. ഇനി നമ്മൾ റിയറിലോട്ട് ഇൻസേർട്ട് ചെയ്യുവാണ്, റൈറ്റ്. സോ ഇൻസേർട്ട് റിയർ, ഇത് നമ്മൾ പണ്ട് മുതൽ ചെയ്തതാണ്. ഓൾറൈറ്റ്, ഇൻസേർട്ട് റിയർ എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത വാല്യൂലോട്ട് ഫോർവേഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് പോകും. സോ ഇൻസേർട്ട് ഫ്രണ്ട് എന്തായിരുന്നു, ആഡ് ചെയ്തിട്ട് ഒന്ന് മൈനസ് ആയി പൊസിഷനിലോട്ട് പോകും. ഇൻസേർട്ട് റിയർ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ച് ആണ്, ആഡ് ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോയി, പിന്നെ ആഡ് ചെയ്തു, പിന്നെ മുന്നോട്ട് പോയി ആഡ് ചെയ്തു. ഓൾറൈറ്റ്, സോ അത് നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് 40 ആണ് യൂസിങ് ഇൻസേർട്ട് റിയർ. സോ റിയർ പൊസിഷനിൽ നമ്മൾ ഇനി ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. 40 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ 40 കംസ് ഓവർ ഹിയർ, റൈറ്റ്. ഒബ്വിയസ്ലി കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യും, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണോ, അല്ല. എൽസ് ഇഫ് റിയറിന്റെ സൈസ്, റിയർ സൈസ് -1, ദാറ്റ് മീൻസ് റിയർ ഇവിടെ നിൽക്കുവാണോ, അതും നമ്മൾ നോക്കും. ഓൾറൈറ്റ്, റിയർ അവിടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് പോകാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിയർ 0 ആക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഓൾറൈറ്റ്. സോ റിയർ ഇവിടെ നിൽക്കുവാണെങ്കിൽ അടുത്ത വാല്യൂ എന്തായിരിക്കും, തിരിച്ച് ഇവിടെ വരണം. അതുകൊണ്ടാണ് റിയർ ഈക്വൽ ടു 0 കൊടുത്തിരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ റിയർ എന്താണ്, റിയർ -1 അല്ല, റിയർ സൈസ് -1 അല്ല. അപ്പൊ എന്താണ്, ഈ സ്ഥലത്തോട്ട് പോകും. അപ്പൊ ഇതെല്ലാം രണ്ടും ക്യാൻസൽ ഔട്ട് ആവും, അതായത് ഇങ്ങോട്ടേക്ക് പോയില്ല, എൽസ് പൊസിഷനിലോട്ട് വന്നു, റിയർ പ്ലസ് ചെയ്യും. അപ്പൊ റിയർ എന്താണ്, 0 ആണ്. അപ്പൊ റിയർ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും റിയർ എന്താവും, 1 കൂടും. റൈറ്റ്. സോ റിയർ ബിക്കംസ് 1. നമ്മുടെ പൊസിഷൻ എങ്ങോട്ടേക്ക് പോകും, ഇവിടെ വരും. റൈറ്റ്. ഇനി നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പോവാണ്, അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഡി ക്യൂ ഓഫ് റിയർ എന്ന് പറയുമ്പോൾ ഡി ക്യൂ ഓഫ് 1 നമ്മുടെ വാല്യൂ എന്തായിരുന്നു, ഈ 40 ആയിരുന്നു ആ വാല്യൂ. ആ 40 ഇങ്ങോട്ടേക്ക് from you can see over here the value 40 comes over here. Okay, so 40 ഇവിടെ വന്നു. Alright. ഇനി ഈ സിറ്റുവേഷനിൽ നമുക്ക് അടുത്ത ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുവാണ്, അടുത്ത ഏത് ഓപ്പറേഷൻ ആണ്, യു ക്യാൻ സി ഡിലീറ്റ് ഫ്രം ദി ഫ്രണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യുന്നത് വളരെ പഴയ മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും സപ്പോസ് നമ്മൾ ഡിലീറ്റ് ഫ്രണ്ട്, ഇതിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഡിലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഡിലീറ്റ്. ഓക്കെ. അപ്പൊ ഡിലീറ്റ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫ്രണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടുക. ഓൾറൈറ്റ്. സോ ഈ ഇവിടുന്ന് വിളിച്ചു, ഇങ്ങോട്ടേക്ക് വന്നു, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ, ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താണ്, എം ടി ആണ്, ഓൾറെഡി ക്യൂ എം ടി ആണ്. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നർത്ഥം. സോ ഒബ്വിയസ്ലി കണ്ടീഷൻ ഫാൾസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, അടുത്തയിലോട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഡി ക്യൂ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡിലീറ്റ് ചെയ്യുവാണ്. സോ തേർഡ് പൊസിഷൻ നമ്മൾ ഡി ക്യൂ ഓഫ് ഫ്രണ്ട് എന്താണ്, 3 ആണ്. സോ ഡി ക്യൂ ഓഫ് 3യിൽ നിന്നും നമ്മൾ ആ വാല്യൂനെ ഡിലീറ്റ് ചെയ്തു. റൈറ്റ്. സോ ഇറ്റ് ഹാസ് ഗോൺ, കഴിഞ്ഞു, പോയി. ഓൾറൈറ്റ്. ഇനി നമ്മൾ എന്താണ്, ചെക്ക് ചെയ്യുവാണ്. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ചെയ്യും. ഫ്രണ്ടും റിയറും ഒരേപോലത്തെ ഒരേ സ്ഥലത്ത് നിൽക്കുവാണ്, നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനെ -1 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കും. അല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ എന്ത് കൊടുക്കും, എൽസ് ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു സൈസ് -1 ആണെങ്കിൽ, ഓൾറൈറ്റ്, ഫ്രണ്ട് 4ൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിന് 0 ആക്കും, കാരണം തിരിച്ചു വരണം. ഓൾറൈറ്റ്. അതുമല്ല സിറ്റുവേഷൻ, അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വാല്യൂ ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൂട്ടും. യു ക്യാൻ സി നമ്മൾ ഫ്രണ്ട് 4ലോട്ട് പോകും, ഫ്രണ്ട് ബിക്കംസ് 4. ഓൾറൈറ്റ്. സോ നമ്മൾ എന്താണ്, ഡിലീറ്റ് ഫ്രണ്ട് എന്താണ്, ഡിലീറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓൾറൈറ്റ്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. ഓൾറൈറ്റ്. സോ ഇനി നമുക്ക് സപ്പോസ് വീണ്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, അടുത്ത ഓപ്പറേഷനിലോട്ട് വരാം. അടുത്ത ഓപ്പറേഷൻ എന്താണ്, ഡിലീറ്റ് റിയർ. സോ റിയറിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ്. റിയർ പൊസിഷൻ നമ്മൾ യൂഷ്വലി ആഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. റിയർ പൊസിഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് നോക്കാം. സോ പൊസിഷൻസ് എല്ലാം ഇപ്പൊ ഇങ്ങനെയാണ്, ഫ്രണ്ട് 4ൽ ഇരിക്കുവാണ്, റിയർ 1ൽ ഇരിക്കുവാണ്. ഇനി റിയറിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യു ക്യാൻ സി. അപ്പോൾ സപ്പോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ആ ഫംഗ്ഷൻ കോൾ ചെയ്തു, ഡെഫിനേഷനിലോട്ട് വന്നു, റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താണ്, ക്യൂ എം ടി ആണ്. ഓൾറൈറ്റ്. അതല്ല സിറ്റുവേഷൻ, നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. എവിടെ നിന്ന്, ഡിലീറ്റ് ഡി ക്യൂ ഓഫ് റിയർ എന്താണ്, 1 ആണ്. സോ ഈ എലിമെന്റ് ഡിലീറ്റ് ആവും, സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ് 40 ഡിലീറ്റ് ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുവാണ് അടുത്ത പൊസിഷൻ, റിയർ അടുത്ത് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ വേണ്ടി ഇത് ചെക്ക് ചെയ്തിട്ടു ആദ്യം. സോ ഫ്രണ്ടും റിയറും 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ഇട്ടുക ഡയറക്ട്ലി. ഓൾറൈറ്റ്. കാരണം റീസെറ്റ് ആയി എന്നാണ് അർത്ഥം. ഓൾറൈറ്റ്. ഒന്നുമില്ല, റീസെറ്റ് ആക്കുക. ഇനി എൽസ് ഇഫ് റിയർ 0 ആണെങ്കിൽ, റിയർ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിയർ ഇസ് ഈക്വൽ ടു സൈസ് -1. ഓൾറൈറ്റ്. റിയർ 0 വരുവാണ്, ഈ പൊസിഷൻ നിൽക്കുവാണെങ്കിൽ റിയറിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് സൈസ് -1 ഈ പൊസിഷനിലോട്ട് കൊണ്ടുവയ്ക്കും. അല്ലാത്ത സിറ്റുവേഷൻ എന്താണ് നമ്മൾ ചെയ്യുക, റിയർ -1. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ റിയർ 1 ആണ്, നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കുറയ്ക്കും. യു ക്യാൻ സി റിയർ നമ്മൾ ഇങ്ങോട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ റിയർ മൈനസ് ചെയ്തു. സോ റിയർ കേം ഇൻ ടു 0th പൊസിഷൻ. യു ക്യാൻ സി റിയർ എന്തായി, 0 ആയി. സോ റിയർ ഡിലീറ്റ് റിയർ എന്തായിരിക്കും, നമ്മൾ ഡിലീറ്റ് ചെയ്യുക, ഒന്ന് മുന്നോട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഓൾറൈറ്റ്. ഒന്ന് ഇൻഡീസസ് ഡിലീറ്റ് ചെയ്യുക. 2 ആണെങ്കിൽ 1ലോട്ട് വരിക, 3 ആണെങ്കിൽ 2ലോട്ട് വരിക. ഓൾറൈറ്റ്. സോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്യുവാണ് ഇവിടെ നിന്ന്. ഓക്കെ. റിയറിന് തന്നെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ കോൾ ഇവിടെ വരുന്നു. റൈറ്റ്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു, ഇത് കണ്ടീഷൻ ഫാൾസ് ആയി പോവും. നമ്മൾ എന്ത് ചെയ്തു, ഡി ക്യൂ ഓഫ് റിയർ എന്താണ്, 0. ഡി ക്യൂ ഓഫ് 0 എന്താണ്, 10. അത് ഡിലീറ്റ് ചെയ്യും, സ്ട്രേറ്റ് അവേ അതിനെ ഡിലീറ്റ് ചെയ്യും. ഓൾറൈറ്റ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുവാണ്, നമ്മുടെ റിയറിനെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഫ്രണ്ടും റിയറും ഈക്വൽ ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ചെയ്യണം. ഈ സിറ്റുവേഷൻ അല്ല,
എൽസ് ഇഫ് റിയർ 0 ആണോ, യെസ്, ഈ കണ്ടീഷൻ ട്രൂ ആണ്. റിയർ 0 ആണോ, 100% 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റിയറിനെ സൈസ് -1, റിയർ എങ്ങോട്ടേക്ക് പോകും, 4th പൊസിഷനിലോട്ട് പോകും. സൈസ് എന്താണ്, 5 -1, യു ക്യാൻ സി റിയർ ഓൾസോ കംസ് ഓവർ ഹിയർ. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. കാരണം എന്താണ്, കാരണം വീണ്ടും നമുക്ക് എന്താ, റിയർ ഇവിടെ വന്നു, നമ്മൾ റിയറിന് മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ സിറ്റുവേഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കറങ്ങി തിരിച്ചു വരും ഇങ്ങോട്ടേക്ക്. റിയർ 0യിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി എൽസിലോട്ട് പോകത്തില്ല, കാരണം ഈ കണ്ടീഷൻ ട്രൂ ആയി. ഓൾറൈറ്റ്, അപ്പൊ എന്താ നമ്മൾ ചെയ്യുക, ഇവിടെ തൽക്കാലം സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഫ്രണ്ട് എന്താണ്, 4 ആണ്, റിയർ എന്താണ്, 0 ആണ്. ഇനി വീണ്ടും നമ്മൾ ഡിലീറ്റ് റിയർ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ അഗെയിൻ എങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി അടുത്ത സിറ്റുവേഷൻ വീണ്ടും നമ്മൾ ഡിലീറ്റ് റിയർ ചെയ്യുവാണ്. ഓൾറൈറ്റ്, സോ 20 ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഓവർ ഹിയർ ഈസ്, സി ഈ സിറ്റുവേഷൻ ഓബ്വിയസ്ലി ഫാൾസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്, 20നെ ഡിലീറ്റ് ചെയ്യുന്നു. DQ ഓഫ് റിയർ, റിയർ എന്താണ്, 4 ആണ്, ഫ്രണ്ട് എന്താണ്, 4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡിലീറ്റ് റിയർ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ DQ ഓഫ് റിയർ അതെന്താണ്, 20, അത് നമ്മൾ ഡിലീറ്റ് ആവും. യൂഷ്വലി ഡിലീറ്റ് ആവുന്ന പോലെ ഇറ്റ് വിൽ ഗോ അവേ. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുവാണ്, ഇനി എന്തായിരിക്കും സംഭവിക്കുക. യു ക്യാൻ സി ഈ സിറ്റുവേഷൻ നോക്കിയേ, ഫ്രണ്ട് ഈക്വൽ ടു യെസ്, 100% അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യും, കാരണം നമ്മുടെ ക്യൂ മൊത്തം എന്തായി, ഡിലീറ്റഡ് ആയി. അപ്പൊ ഈ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ചെയ്യണം. റൈറ്റ്, കാരണം റീസെറ്റ് ആയി, നമ്മുടെ ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1, രണ്ടിനെയും -1 ആക്കി നമ്മൾ പറയാണ് മുഴുവൻ എം ടി ആയി കാണും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നത്. സോ ഫ്രണ്ടും റിയറും അഗെയിൻ -1 പോകും. റൈറ്റ്, സോ ദിസ് വാസ് ദ സിനാരിയോ. അപ്പൊ ഈ ഇത്രയും 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സിറ്റുവേഷൻസ് വരാം. ഓക്കെ, ഏത് സിറ്റുവേഷൻ വേണം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, ഏത് സിറ്റുവേഷൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാം, ഏത് സിറ്റുവേഷൻ നമുക്ക് റിയറിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാം, റിയറിന് അതുപോലെ അവിടെ നിന്ന് ഏത് സ്ഥലത്ത് വേണം നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാ പോസിബിലിറ്റീസും ഓബ്വിയസ്ലി എനിക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും പോസിബിലിറ്റിയുടെ അടുത്ത് പറയുവാണ്, തീർച്ചയായിട്ടും ഞാനത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീണ്ടും ഈ ലെക്ചർ നിങ്ങൾക്ക് വീണ്ടും കൺസിഡർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ ആസ്ക് your doubts in the comment section. I will try to answer as much as I can. Okay, so thank you for watching.